തല ഉയർത്തി തലപൊക്കി നടക്ക്, അഹങ്കരിക്കണമെന്നല്ലത് പറഞ്ഞത്. കുഴഞ്ഞിങ്ങനെ നടക്കുന്ന ഒരു നടത്തം വിമർത്തങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. ചില ആളുകൾ ഇങ്ങനെ കുഴഞ്ഞു നടക്കുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇബാദത്ത് ചെയ്ത് കുഴങ്ങി നടക്കുകയാണ്, ഞാൻ നോമ്പുവെച്ച് കുഴങ്ങിയ ആളാണ്, തലേന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കുഴങ്ങിയതാണ്, ഞാൻ ഇബാദത്തുള്ളതിന്റെ പേരിൽ ഞാൻ ക്ഷീണിച്ചവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു നടത്തം പോലെ അതായിത്തീരും. മഹാന്മാരായിരുന്നെങ്കിലോ അവർ ചെയ്തു പോയ കർമ്മങ്ങൾ, അവരുടെ അമലുകൾ ആരാരും അറിയരുതേ എന്ന് വിചാരിച്ച് ഒളിപ്പിച്ചു വെച്ചവരാണ്. അന്ന് മഹാന്മാരായ സ്വഹാബികളും താബിഈങ്ങളും ഒക്കെ സുന്നത്ത് നോമ്പെടുക്കുമ്പോ സുന്നത്ത് നോമ്പെടുത്ത് അവരുടെ ശരീര തൊലിയൊക്കെ മഞ്ഞ നിറാകുമായിരുന്നു, തൊലിയൊക്കെ ചുക്കിച്ചുളിയും. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? നോമ്പെടുക്കുന്ന ദിവസം നന്നായി എണ്ണ പുരട്ടി സ്കിന്നൊക്കെ ശരിക്കും മോയ്സ്ചറൈസ് ചെയ്യും. എന്തിനെന്നറിയോ? കാണുന്നവർക്ക് തോന്നണ്ട നോമ്പ് വെച്ച് നടക്കുകയാണ്, അറിയാതിരിക്കാൻ. അങ്ങനെയായിരുന്നു മുൻഗാമികള്. അതാണ് മുൻഗാമികളുടെ ചര്യ. നമ്മുടെ അമല് കാണിച്ചു കൊടുക്കാനുള്ളതല്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകൾ അറിയിക്കാനും പോകരുത്. അതൊക്കെ അള്ളാഹു മനുഷ്യരെ അറിയിക്കേണ്ട നേരത്തെ റബ്ബ് അറിയിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ടായിരിക്കും അറിയാം, അല്ലെങ്കിൽ ആരും അറിഞ്ഞില്ല എന്ന് വന്നേക്കാം. ഇതിലെന്തിരിക്കുന്നു? അള്ളാഹുവിനെല്ലാം അറിയില്ലേ? അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങളുടെ നടത്തത്തിൽ പോലും ഒരു തരത്തിലുള്ള റിയാ വരും. നിങ്ങൾ ആരെയോ കാണിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ആലസ്യമായ, തളർന്നു കിടക്കുന്ന, വിഷമിച്ചുപോയ ദരിദ്രരെ പോലെ നടക്കുന്ന നടത്തം ഇസ്ലാം ഒരിക്കലും രോഗിയല്ല. അള്ളാഹുവിന്റെ ദീൻ മരിച്ചു കിടക്കുന്ന ദീനല്ല. അള്ളാഹുവിന്റെ ദീനിന് ജീവനുണ്ട്. അതുകൊണ്ട് ലാ തുമിച അലൈനാ ദീനനാ അമാതകല്ലാഹ്, ഞങ്ങളുടെ ദീനിനെ നീ കൊല്ലുകയാണോ? അള്ളാഹു നിനക്ക് മരണം തരട്ടെ എന്ന് കുഴഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനോട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അസുഖബാധിതനായ ആളെ കുറിച്ചല്ല ഈ പറയുന്നത് കേട്ടോ, നടക്കാൻ പറ്റാത്തവരെ കുറിച്ചുമല്ല. ഒരു കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെ ഞാൻ ഇപ്പൊ നല്ല കുട്ടിയായിക്കണെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു നടത്തണ്ടല്ലോ, അത് പാടില്ല.